ചിയേഴ്സ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറയാറില്ലേ, ഇതിന് മുമ്പ് ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യോഗ ക്ലാസ് ഉണ്ട് എന്ന്. യോഗ ലൈക്ക് ക്ലാസ്, കംപ്ലീറ്റ്ലി യോഗ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ലൈക്ക് യോഗ ലൈക്ക് ക്ലാസ് ആണ്. അപ്പം അതുണ്ട്. അപ്പം ഞാൻ 7:30-ക്കാണ്. ഇനി എന്തോ ഞാൻ കുറച്ച് ടയേർഡ് മീൻസ് തലവേദനയുണ്ട്. പക്ഷേ ചിലപ്പോൾ ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും സെറ്റാവും, ഇളക്കി മറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും സെറ്റാവും. അപ്പോൾ ഞാനത് ചായ കുടിച്ചിട്ട് ഇനി ക്ലാസ്സിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കാമെന്ന് ക്ലാസ്സിന് കയറാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. ഇതെന്താ? അപ്പം നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച്ഡ്, ഇനി ക്ലാസ്. പ്രതീക്ഷിച്ച പോലെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലവേദനയൊന്നും മാറിയില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാക്കാൻ പോയപ്പോൾ സുരേട്ടൻ പറഞ്ഞു വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം തൃശ്ശൂർ പോകണം. തൃശ്ശൂർ പോയിട്ട് സൺ ഹോസ്പിറ്റലിൽ പോകേണ്ട, ഭയങ്കര സൺ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആണ് പോണത്. അപ്പോൾ സമയം ഇപ്പം 1 മണി ആയിട്ടുണ്ട്. ന്യൂ ഹോസ്പിറ്റലിൽ നേരെ പോയിട്ട് വേണം പാടൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. മൈഗ്രെയിൻ കാരണം എനിക്ക് ഞാൻ 2 വീഡിയോ എടുത്തിട്ട് വേണം പോകണം എന്നൊക്കെ വിചാരിച്ചു. ഐ മീൻ ചെറിയ ഷോർട്സിന് വേണ്ടിയിട്ട് ട്രാൻസിഷൻസ് എടുത്തിട്ട് വേണം പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. മൈഗ്രെയിൻ കാരണം ഇതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. എന്തൊരു കഷ്ടപ്പാടാണ്. ഞാൻ അതിന് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു, പക്ഷെ എനിക്ക് നടന്നില്ല. ഇനിയിപ്പം തിരക്കായി, ഐ മീൻ പോകാനുള്ള സമയമായില്ലേ, അപ്പം അത് നടക്കില്ല. 3 മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ എനിക്ക് തലവേദനയൊക്കെ കാരണം കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഒരു 12 മണി 1 മണി ആവാനായിട്ടുണ്ട് ഇറങ്ങി. അപ്പോൾ അതിന് ഫുഡ് കഴിക്കാനൊന്നും സമയമില്ല. നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ജുഗുനുവിന് വിശപ്പുണ്ട്. അമ്മ വല്ലപ്പോഴുമാണ് വിശക്കുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ അതേ ഞങ്ങൾ ആദ്യം തന്നെ സ്നാക്സൊക്കെ കഴിച്ചു. സൂര്യചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു റൂമിൻ്റെ ഫ്രണ്ടിൽ, ഐ മീൻ ഡോക്ടറുടെ ഫ്രണ്ടിൽ, റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളതേ അവിടെ ഇരുന്ന് കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോണ വഴിക്ക് നമ്മുടെ വടക്കുന്നാഥനെ കണ്ടപ്പം എന്ത് ഭംഗിയാണ് തോന്നിയെന്ന് പറയുന്നത്. ഇങ്ങനെ നേരെ വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നി. കണ്ണിന് ഭയങ്കര രസമായിരുന്നു. പക്ഷേ ക്യാമറയിൽ ആ ഭംഗി ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ചെറിയൊരു മഴയുണ്ട്, മീൻസ് വെയിലൊന്നുമില്ല, ഒരു മഴക്കോള് അങ്ങനത്തെ രീതിയിൽ ഭയങ്കര രസമായിരുന്നു ആ വടക്കുന്നാഥനെ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. നേരെ ഇങ്ങനെ ആ ഒരു സീൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭാരത് ഹോട്ടലിലേക്കാണ് പോയത്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ദോശ കഴിക്കാനല്ല, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ മസാല ദോശ, സൂചേട്ടനത് പൊടി മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ തൈര് വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പാർ വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജുഗുവിന് മാത്രം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു, 2 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ അതുകൊണ്ട് അവന് വലിയ വിശപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവനൊന്നും ബൂസ്റ്റ് എന്തോ ഓർഡർ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല. നമ്മൾ ദോശയൊക്കെ കഴിച്ച് സെറ്റായി. അത് കഴിഞ്ഞിട്ട് അവൻ ആകെ കഴിച്ചത് ഈ സാധനമാണ്, ഈ പെരിഞ്ചീരകമോ എന്തോ സാധനമില്ലേ നമുക്കിങ്ങനെ ഹോട്ടലിൽ നിന്ന് കിട്ടില്ല ദഹിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവൻ ആകെ പിന്നെ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടൂർക്ക് പോവാണ് കേട്ടോ. നമ്മൾ വയറൊക്കെ നിറഞ്ഞ് ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ വേണ്ട, അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാടൂർക്ക് പോവാണ് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജുനുവിൻ്റെ മെയിൻ സംഭവമാണ് കോൺഫ്ലേക്സ് കഴിക്കുകയെന്ന്. അവിടെ അച്ഛമ്മയ്ക്ക് കോൺഫ്ലേക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ. അപ്പോൾ അത് അവൻ കഴിക്കുകയാണ്. എന്താ പറയുക, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഞാനപ്പോൾ ഫോണിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ചുമ്മാ ജുനുവിൻ്റെ ജുനുവിനോട് കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഇവിടെ കിടന്ന് അങ്ങനെയോ ഉറങ്ങിപ്പോയി. ഇപ്പം 8:30 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ ഇനി നമ്മൾ എഴുന്നേറ്റു ഉറക്കപ്പിച്ച് ഇനി ഒന്ന് കുളിച്ച് കഴിഞ്ഞ് ഓട്സൊക്കെ ഉണ്ടാക്കണം. ഓട്സ് ഉണ്ടാക്കി കഴിക്കണം. സാധാരണ ഞാൻ മാത്രമാണ് ഓട്സ് കഴിക്കാറുള്ളത്. സൂര്യചേട്ടൻ ഒന്നെങ്കിൽ അവിടെ ചോറ് ബാക്കി ഉണ്ടാവും, അത് കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ഓൾറെഡി ദോശയൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ കഴിക്കുമ്പോഴത്തേനും ഓട്സിൽ മധുരമൊന്നും ഇടാറില്ല. പക്ഷേ അവിടെ വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ പനങ്കൽക്കണ്ട് ഇട്ടു കേട്ടോ. പനങ്കൽക്കണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് ഫീലാണ് ഓട്സിന്. ആക്ച്വലി അത്ര ഡയറ്റ് ഫുഡൊന്നും ആവില്ല. എന്നാലും പിന്നെ ആർഭാടാക്കണ്ടല്ലോ. ഓട്സ് ആകുമ്പോൾ കുറച്ചൊരു കുറവുണ്ടാവുമായിരിക്കും കാലറീസ് എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ നമ്മൾ പനങ്കൽക്കണ്ടൊക്കെ ഇട്ട് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.